സത്യസമ്പന്നൻ വേദധർമ്മം ചരിപ്പവൻ ദക്ഷന്റെ പുത്രിമാർ 10 പേരെ വിധി പോലെ ഗാർഹസ്ഥ്യത്തിൽ വാഴാൻ മഹാരാമുനീശ്വരൻ ഹരി കൃഷ്ണൻ നരൻ പിന്നെ പുത്രന്മാരെ ജനിപ്പിച്ചാൽ അവരിൽ ധർമ്മരാം മുനി ഹരിയും കൃഷ്ണനും യോഗാഭ്യാസതത്പരരായി നരനാരായണന്മാരോ ഹിമാദ്രിയിൽ അണഞ്ഞുടൻ തപസ്സു ചെയ്താൽ ബദരികാശ്രമം തന്നെ ഉത്തമം വിശാലഗംഗാതീരത്തിൽ ഗായത്രി ജപനിഷ്ഠനായി തപസ്വിമാരിൽ മുമ്പന്മാർ പുരാണർഷികളാമവർ വിഷ്ണുവിൻ അംശഭൂതന്മാരായി പിറന്ന മുനീശ്വരൻ തികച്ചും തപസ്സിൻ ചൂട് ലോകത്തിലെങ്ങും വ്യാപിച്ച് നിർഭരം തഥാ ചൊടിച്ചു നരനാരായണന്മാരോട് ഇന്ദ്രനും ധർമ്മന്റെ തനയന്മാരി താമസന്മാർ തപസ്സിനാൽ കാര്യം സാധിച്ച് എൻ വരിഷ്ഠസ്ഥാനം വിഘ്നം എന്തിഹ ചെയ്യേണ്ടു തപസ്സിനു മുടക്കുക ഉണ്ടാക്കിയാലോ കഠിന കാമക്രോധാദി വല്ലതും എന്നു ചിന്താവിഷ്ടനായി തീർന്നാൽ ഉൾക്കാമ്പുകൊണ്ട് അവൻ പിന്നെ തൻ ശ്രേഷ്ഠമാ കണ്ടാൻ പുണ്യാശ്രമം തന്നെ സഹസ്രാക്ഷൻ മുനീന്ദ്രനെ കത്തിജ്വലിക്കുന്ന തീയോ ഹരിബ്രഹ്മാക്കളോ ഇവർ ധർമ്മന്റെ മക്കളെ വരി തപസാലെന്തു ചെയ്യുന്നു അവരെ കണ്ട് ഇത്തരത്തിൽ ചിന്തിച്ചു പോയി ശതശ്രുതം എന്തു വേണം ധർമ്മസുതന്മാരെ നിങ്ങൾക്ക് ചൊല്ലുവിൻ ശ്രേഷ്ഠമാമരം ദേഹിന അതിനായി താഴഞ്ഞു ഞാൻ തപസാൽ പുഷ്ടനായേ ഞാൻ എന്നു വീണ്ടും വീണ്ടും ഇന്ദ്രൻ മുന്നിൽ നിന്നു കഥിക്കിലും മിണ്ടിയില്ല ഒന്നും ആധ്യാനസ്ഥിതരാം ഉള്ളുവച്ചവർ തുടങ്ങി മോഹിപ്പിക്കാനായി ഇന്ദ്രനും ഘോരമായ സിംഹം ചെന്നായ്ക്കൾ പുലിയും കാറ്റും പോളും ദവാഗ്നിയും തുടരെ തുടരെ പേടിപ്പിക്കാൻ സൃഷ്ടിച്ചു വാസവൻ പ്രയോഗത്താൽ മോഹിപ്പിക്കാൻ ശ്രമിക്കും ധർമ്മപുത്രന്മാർ
വശപ്പെട്ടില്ല പേടിയാൽ വരപ്രലോഭനത്താൽ മായാ ഭീഷണി കൊണ്ടുവേ കീഴൊന്നുമില്ലെന്നു കണ്ടു പോയാ ഇന്ദ്രൻ സ്വാലയം സിംഹവ്യാഘ്രാദികൾ കാറ്റു തീ തൊട്ടവയ്ക്കവും കാറ്റു തീ തൊട്ടവയ്ക്കുമേ തപസ്സിൽ നിന്ന് അവരെ ഒട്ടിളക്കാൻ ശക്രൻ സ്വസദനം പോകി മുഴുകി ദുഃഖചിന്തയിൽ ഭയരോഭങ്ങൾ കൊണ്ടൊന്നും കുലുങ്ങില്ല ഈ മുനീശ്വരൻ സർവലോകാധാരയായ നിത്യയാം ആദിശക്തിയെ ദേവാസുരന്മാർ തന്മായയ്ക്കെല്ലാം കാരണരൂപയെ പരാപ്രകൃതിയാം സാക്ഷാൽ മഹാവിദ്യയെ നിത്യവും ധ്യാനപ്പോൾ മായാ പറ്റില്ല എത്ര മായാവിയാകിയ നിഷ്കന്മഷം ദേവിയെ ധ്യാനിപ്പവർക്കൊന്നും യേശിടാ വാഗ്ബീജകാമബീജങ്ങളായ ബീജം അവിധം ചിത്തത്തിൽ എന്നിട്ടും കാമൻ വസന്തൻ ഇവരെ വിളിച്ച് കാമൻ വസന്തൻ ഇവരെ വിളിച്ച് ഇങ്ങനെ യോതിയാ ഭവാനൊന്നു പോകണോ ഗന്ധവാദൻ വസന്തനും രതിയും അപ്സരസുകളും ഒത്തുടങ്ങും നരനാരായണന്മാരാം പുരാണ ഋഷിസത്തമകൾ തപസ് ചെയ്തു ബദരികാശ്രമത്തിൽ ധരിച്ചവർ സമീപം ചെന്നു ഭഗവാൻ ശതമാരി മുഴിച്ചുടൻ കാര്യം വിജയിപ്പിക്കാൻ പൂവമ്പു ചെയ്ത് മോഹിപ്പിച്ച് ഒടിച്ച്